Good afternoon to all. Welcome back to your English class. In the previous class, we have stopped the lesson. Where did we stop the lesson? The leaf, the last leaf. Did you read the lesson well? വല്ലതും മനസ്സിലായോ വായിച്ചിട്ട്? എവിടെ നമ്മൾ നിർത്തിയത്? Can you say? Page number 135, isn't it? Sue found Berman in his poorly lighted studio. In one corner of the room stood a blank canvas which had been waiting for 25 years to receive the first line of the promised masterpiece. She told him of Johnson's fancy and how she feared she would. Indeed, light and fragile as a leaf herself float away when her slight hold upon the world grew weaker. ഇതിനെ കുറിച്ചാണ് പറയുന്നത്, ജോൺസിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? Sue is her friend. They lived in the same apartment and they were artists. And who was this Berman? Who was Berman? Berman was their model. അവർ ചിത്രം വരയ്ക്കുന്നതിന് മോഡലായിട്ട് ഇരിക്കുന്ന ആളാണ് ബർമാൻ. എന്താണ് ബർമനോട് സ്യൂ പറഞ്ഞത്? ജോൺസിയുടെ രോഗാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. സ്യൂ ഫൗണ്ട് ബർമാൻ ഇൻ ഹിസ് പുവർലി ലൈറ്റഡ് സ്റ്റുഡിയോ. ഇൻ വൺ കോർണർ ഓഫ് ദ റൂം സ്റ്റുഡ് എ ബ്ലാങ്ക് കാൻവാസ്. അവരുടെ സ്റ്റുഡിയോയിൽ ചെന്ന് ബർമാൻ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി മോഡലായി ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചിത്രം വരച്ച് മുഴുവനാക്കാൻ വേണ്ടി പോയതാണ് സ്യൂ. അവിടെ ആ റൂമിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇൻ വൺ കോർണർ ഓഫ് ദ റൂം സ്റ്റുഡ് എ ബ്ലാങ്ക് കാൻവാസ്, വരച്ചിട്ടില്ലാത്ത ഒരു കാൻവാസ്, which had been waiting for 25 years to receive the last line of promised masterpiece. കാരണം ബർമാൻ 25 കൊല്ലമായിട്ട് ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഇന്നേ വരെ ഒരു മാസ്റ്റർ പീസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ആ മാസ്റ്റർ പീസിന് വേണ്ടി കാത്തു കിടക്കുന്ന ഒരു ക്യാൻവാസ് ആണ് ആ റൂമിൽ ഉള്ളത്. To receive the first line of the promised masterpiece, she told him of Johnson's fancy. Fancy means imagination. എന്തായിരുന്നു ജോൺസിയുടെ ഇമാജിനേഷൻ? ജോൺസി എന്താ പറയുന്നത്? She was like the last leaf on that ivy plant. അല്ലേ? There is an ivy plant opposite to the on the opposite wall. അവള് കിടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ചുവരില് പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ഐവി പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റില് ആകെ ഇനി ഒരു എന്താണ് ലീഫാണ് അവശേഷിക്കുന്നത്. ഒന്ന് അടിഭാഗമൊക്കെ പോയി അതിന്റെ വേരൊക്കെ നഷ്ടപ്പെട്ടു പോയ ഉണങ്ങിയ ഒരു ഐവി പ്ലാന്റ് ആണ്. ഓരോ ദിവസം ചെല്ലും തോറും അതിന്റെ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം മുന്നേ നോക്കുമ്പോൾ 4-5 ദിവസം മുന്നേ അതുമ്മ എണ്ണാൻ പറ്റാത്തത്ര നൂറുകണക്കിന് ഇലകൾ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതിന്റെ അടിവേര് നഷ്ടപ്പെട്ട കാരണം പെട്ടെന്ന് അതെല്ലാം വാടി ഉണങ്ങി താഴേക്ക് വീഴാണ്. അപ്പൊ ജോൺസി എന്താണ് പറയുന്നത്? അതിലെ അവസാനത്തെ ഇല വീഴുമ്പോ എന്റെ ജീവനും അതോടൊപ്പം പോകുന്നാണ് പറയുന്നത്. സ്യൂന് അത് കേൾക്കുമ്പോ ഭയങ്കര വിഷമാണ്. അവൾ ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പറയുന്നത്. അപ്പൊ അവളത് ബർമനോട് ചെന്ന് കംപ്ലൈന്റ് ചെയ്യാണ്. Old Berman shouted, "Are there people in the world who are foolish enough to die simply because leaves fall from the old vine?" എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വിട്ടിത്തം? ഒരു എന്താണ് ഉണങ്ങി വീഴാറായ ഒരു ഐവി വൈനിന്റെ ഇലകളോടൊപ്പം പോകുന്ന ഒരു ജീവനെ കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Are there people in the world who are foolish enough to die? ആളുകൾ അങ്ങനെ മരിച്ചു പോവോ? ഒരു ഇല ഉണങ്ങി പോകുന്നതിന്റെ ഒപ്പം ആളുകൾ മരിച്ചു പോകുന്നു. To die simply because leaves fall from an old vine? I have never heard of such a thing. ഞാൻ ഇതൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. Why do you permit such silly ideas to come into her mind? നിങ്ങൾ എന്തിനാ ഇത്തരം ചിന്തകൾ അവളുടെ മനസ്സിൽ വരാൻ സമയം കൊടുക്കുന്നത്? Oh, that poor little Miss Johnsy. She is very ill and very weak, explained Sue. And the fever has left her mind full of strange ideas. എന്താ സ്യൂ പറയുന്നത്? എനിക്ക് തോന്നുന്നത് പനി അവളുടെ ബ്രെയിനെ ആകെ മാറ്റിമറിച്ചു എന്നാണ്. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനത്തെ വിഡിത്തങ്ങളൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്.
John C. was sleeping when they both went upstairs. ഇത് പറഞ്ഞപ്പോ ബർമാൻ ഇവളോടൊപ്പം മുകളിലേക്ക് ചെല്ലുകയാണ് ജോൺസിനെ കാണാൻ വേണ്ടിയിട്ട്. ആ നേരത്ത് ജോൺസി ഉറങ്ങുകയായിരുന്നു. ജോൺസി was sleeping when they both went upstairs. Sue pulled down the curtain and mentioned Berman into the other room. നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോവാം. കർട്ടൻ വലിച്ചിട്ടിട്ട് ഇവള് പറയുകയാണ് നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോവാം. Curtain and mentioned Berman into the other room. There they looked out of the window fearfully at the wine. അവിടെ എത്തിയപ്പോ ജനലിന്റെ ഉള്ളിൽ കൂടെ പേടിയോടുകൂടി നോക്കാൻ, അവർക്കും പേടിയുണ്ടെന്ന് കേട്ടപ്പോ പേടിയോടുകൂടി ആ വൈൻ നോക്കുകയാണ്. Then they looked at each other for a moment without speaking. A cold rain was falling, mixed with the snow. Berman took a seat and prepared himself to pose for Sue as a model. വരയ്ക്കാൻ തയ്യാറായിട്ടാണ് അപ്പുറത്തെ റൂമിലേക്ക് പോയത്. അവൻ പോസ് ചെയ്ത് ഇരിക്കുകയാണ്. When Sue woke up the next morning, പിറ്റേ ദിവസം രാവിലെ Sue എഴുന്നേറ്റപ്പോ she found Johnsy with dull, wide open eyes looking at the window. എന്താണ്? She found Johnsy with dull, wide open. പിറ്റേ ദിവസം Sue ഉണർന്നു നോക്കുമ്പോ ജോൺസി യാതൊരു വികാരമില്ലാത്ത പോലെ കണ്ണുമിഴിച്ച് ഇങ്ങനെ ആ വൈൻ നോക്കി കിടക്കുന്നുണ്ട്. വൈഡ് ഓപ്പൺ ഐസ് ലുക്കിംഗ് അറ്റ് ദ വിൻഡോ. വൈൻ കാണുന്നില്ല, ആ വിൻഡോന്റെ നേരെ നോക്കി കിടക്കാണ്. Pull up the curtain, I want to see, Johnsy said quietly. Sue obeyed. നീ ആ കർട്ടൻ ഒന്ന് മാറ്റി, ഞാനൊന്ന് നോക്കട്ടെ എന്ന്. രാത്രി കർട്ടൻ ഇട്ടിട്ടാണ് Sue പോയത്. അപ്പൊ നേരെ വിളിച്ചാകുമ്പോ ഉണർന്ന് നോക്കുമ്പോ കർട്ടൻ ഇട്ടുണ്ട്. അപ്പൊ Sue വന്നിട്ട് പറയണ കർട്ടൻ ഒന്ന് മാറ്റി, ഞാനൊന്ന് കാണട്ടെ. But oh, after the heavy rain, രാത്രി മുഴുവൻ നല്ല മഞ്ഞുവീഴ്ചയും പിന്നെന്താണ് മഴയൊക്കെ ഉണ്ടായിരുന്നു. After the heavy rain and the strong wind, one leaf was still hanging on the vine. പക്ഷെ ഇങ്ങനെ മഴയും മഞ്ഞുവീഴ്ചയും ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു രാത്രി കഴിഞ്ഞപ്പോ അതിൽ ഒരു ഇല മാത്രം നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. The last leaf, ഏറ്റവും അവസാനത്തെ ഇല. Still dark green. It hung bravely from the branch, some 20 feet above the ground. ഏകദേശം ഒരു 20 അടി മുകളിലാണ്, ഗ്രൗണ്ടിൽ നിന്നും 20 അടി മുകളിലുള്ള വാളുമ്പലാണ് ഈ ഒരു ഇല നിൽക്കുന്നത്. ആകെ ഒരു ഇലയേ ഉള്ളൂ, ബാക്കി ഇലകളെല്ലാം ഉണങ്ങി താഴെ വീണു. പക്ഷെ ഈ ഇല നല്ല എനർജറ്റിക് ആണ്, നല്ല പച്ച കളറിൽ നിൽക്കുന്നുണ്ട്. It is the last one, said Johnsy. I thought it would surely fall during the night. അത് അവസാനത്തെ ഇലയാണെങ്കിൽ അതും കൂടി കൊഴിയാനുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇറ്റ് മസ്റ്റ് ഫോൾ ഡ്യൂറിംഗ് ദ നൈറ്റ്. ഇന്ന് രാത്രി എന്തായാലും അത് കൊഴിയും. I heard the wind and I thought it would surely fall during the night. രാത്രി എന്തായാലും അത് കൊഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ തലേ ദിവസം നല്ല മഴയും മഞ്ഞുവീഴ്ചയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത് കൊഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. I heard the wind and the rain. കാറ്റടിക്കുന്നതും മഴ പെയ്യുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. It will fall today and I shall die at the same time. അതായത് അപ്പോഴൊന്നും വീണില്ല, ഇനി എന്തായാലും ഇന്നത് വീഴാതിരിക്കില്ല, അപ്പൊ ഞാൻ മരിക്കുകയും ചെയ്യും. Dear Johnsy, said Sue, placing her face close to Johnsy's on the pillow. Think of me if you want to think of yourself. What shall I do? എന്താ പറയുന്നത്, സ്യൂവിന് ഇത് കേട്ടപ്പോ ഭയങ്കര സങ്കടമായി. ഇവള് പോയി കഴിഞ്ഞാൽ തന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. The day wore away. Dear Johnsy, said Sue, placing her face close to Johnsy's on the pillow. എന്താണ് സ്യൂ ചെയ്യുന്നത്? സ്യൂവിന് ആകെ സങ്കടം വരികയാണ്. അപ്പൊ സ്യൂ അവളുടെ ഒപ്പം ജോൺസിയുടെ അടുത്ത് ആ പില്ലോന്റെ മുകളിൽ തല വെച്ച് അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് പറയാണ്, Dear Johnsy, think of me if you want, think of yourself. നീ നിന്നെ കുറിച്ച് എന്തായാലും ചിന്തിക്കുന്നില്ല, നിനക്ക് ജീവിക്കണം എന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ നീ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? നീ പോയി കഴിഞ്ഞാൽ ഞാൻ തനിച്ചാവില്ലേ, എനിക്കൊരു കൂട്ടില്ലാതെ ആവില്ലേ, നീ എന്താ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത്? Think of me if you want, think of yourself. What shall I do? ഞാൻ എന്ത് ചെയ്യും ഒറ്റയ്ക്ക്? The day wore away and even through the twilight they could see the long ivy leaf clinging to its stem against the wall.
നിലാവെളിച്ചത്ത് ജനലിന്റെ ഉള്ളിൽ കൂടെ ആ ഒരു ലീഫ് നിൽക്കുന്നത് അവർക്ക് കാണുന്നുണ്ട്. And then with the coming of the night, the north wind was again loosed. രാത്രിയാകുമ്പോൾ വീണ്ടും കാറ്റ് അടിക്കാൻ തുടങ്ങി. And the rain began to fall heavily. നല്ല ശക്തിയായി മഴയും പെയ്തു. When it was light enough, John C. the merciless commanded that the curtain be raised. When it was light enough, പ്രകാശം പറഞ്ഞു കഴിഞ്ഞപ്പോ ജോൺസി കമാൻഡ് ചെയ്യാണ്. അവള് ആവശ്യപ്പെടുകയാണ് ആരോട്? സ്യൂവിനോട് ആ കർട്ടൻ മാറ്റാൻ പറഞ്ഞിട്ട്. The ivy leaf was still there. കർട്ടൻ പൊതിച്ചു കഴിഞ്ഞപ്പോ അവിടെ ivy leaf അവിടെ തന്നെ ivy leaf അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. Johnsy lay for a long time looking at it, and then she called to Sue. I have been a bad girl, Sue, said Johnsy. Something has made the last leaf stay there just to show me how bad I was. എന്താ പറയുന്നത്? ആ അവസാനത്തെ ലീഫ് ഞാൻ എത്രത്തോളം ചീത്ത കുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം പോലും ഇല്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലീഫ് അത്രയും ഉറച്ച് അവിടെ തന്നെ നിൽക്കുന്നത്. Something has made the last leaf stay there just to show me how bad I was. It is a sin to want to die. You may bring me a little soup now. It is a sin to want to die. മരിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ ഒരു കാര്യം ഇപ്പോട്ട് കുറച്ച് സൂപ്പ് എനിക്ക് കൊണ്ടുപോയി. ഇനി എന്തായാലും ഞാൻ മരിക്കില്ല എന്നുള്ള ഒരു ബോധം അവളിൽ വരികയാണ്. A little soup now, and then put some pillows behind me, and I will sit up and watch you cook. കുറച്ച് പില്ലോസ് എന്റെ പിന്നില് വെച്ച് തന്നു കഴിഞ്ഞാൽ എനിക്ക് ചാരി ഇരിക്കാം. ഇവിടെ ചാരി ഇരുന്ന് ഞാൻ നീ എന്താണ് ചെയ്യുന്നത്, നീ കുക്ക് ചെയ്യുന്നതൊക്കെ നോക്കി ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ അവൾക്ക് അസുഖം ഭേദമായി തുടങ്ങി. And hour later she said, Stew, someday I hope to paint the Bay of Naples. Bay of Naples ചിത്രം വരയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. The doctor came in the afternoon. Even chances, said the doctor. ആഫ്റ്റർനൂണില് ഡോക്ടർ ചെക്കപ്പിന് വന്നപ്പോൾ പറയാണ് ഇനി കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ട് ഇവളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അസുഖം ഭേദമുണ്ട്. Taking Sue's thin shaking hand in his. With a good nursing you will win. ഇനി നല്ലൊരു നേഴ്സായിട്ട് നിനക്ക് ഇവളെ രക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇനി കെയർ ചെയ്യാൻ വേണ്ടോ റിസ്ക് ഉള്ളതൊക്കെ കടന്നു പോകുന്നു, സമയങ്ങളൊക്കെ കടന്നു പോകുന്നു. And now I must see another case I have downstairs. ഇനി എന്തായാലും നീ ഇവളെ ശ്രദ്ധിച്ചാൽ മതി, അവള് സുഖപ്പെട്ടോളും, എനിക്ക് താഴെ വേറെ പേഷ്യൻസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറയാം. ബർമാൻ is the name. ആ പേഷ്യന്റിന്റെ പേരാണ് പറയുന്നത്. ബർമാൻ, his name is some kind of an artist, I believe. Pneumonia 2 എന്ന് പറയുന്നത് താഴെ എനിക്കൊരു പേഷ്യന്റിനെ നോക്കാണ്ട്. ആരാണത്? ബർമാൻ. അവന് ന്യൂമോണിയ ആയിരുന്നു. He is an old weak man and the attack is acute. പക്ഷെ ന്യൂമോണിയ അവനെ കാര്യമായി ബാധിച്ചു. There is no hope for him. അവന്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല. But he goes to the hospital today to be made more comfortable. പക്ഷെ അവൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കുറെ കൂടി കൂടുതൽ സൗകര്യത്തോടു കൂടി കിടക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. The next day the doctor said to Sue, she has out of danger. She is out of danger എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? അസുഖമായി കിടന്നിരുന്നവള് അവളുടെ അസുഖമൊക്കെ മാറി, ഔട്ട് ഓഫ് ഡേഞ്ചർ, ഇപ്പൊ ഡേഞ്ചറസ് കണ്ടീഷൻ ഒക്കെ തരണം ചെയ്തു. You won. Nutrition and care now. That's all. നല്ല ശ്രദ്ധയും പരിചരണവും പിന്നെന്താണ് ന്യൂട്രീഷൻ, നല്ല ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവളിനി രക്ഷപ്പെട്ടു. I have something to tell you, she said. Mr. Berman died of pneumonia. എന്താ പറയുന്നത്? ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ബർമാൻ ന്യൂമോണിയ പിടിച്ച് മരിച്ചു. He was ill only for 2 days. 2 ദിവസമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന് വയ്യാതെ ആയിട്ടെന്ന്. അപ്പൊ അതിന്റെ തലേദിവസമാണ് അവിടെ ഇവരുടെ അടുത്ത് വന്നിരുന്നത്. They found him the morning of the first day in his room downstairs, helpless with the pain.
ആദ്യത്തെ ദിവസം ന്യൂമോണിയ പിടിച്ച ആദ്യത്തെ ദിവസം തന്നെ സ്വന്തം റൂമിൽ ആരും സഹായത്തിനില്ലാതെ വേദന കൊണ്ട് കരയുന്ന ആളെയാണ് കണ്ടത്. His first day is in his room downstairs, helpless with pain. His shoes and clothing were wet through the icy cold. എന്താണ് കാലത്താണ് കാണുന്നത്. ആ കാണുമ്പോ അദ്ദേഹത്തിന്റെ ഡ്രസ്സും ഷൂ ഒക്കെ ആകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്, മഴ കൊണ്ടു എന്നർത്ഥം. They couldn't imagine where he had been on such a dreadful night. എവിടെയായിരുന്നു അവൻ തലേദിവസം രാത്രി എന്ന് ആർക്കും മനസ്സിലായില്ല. ഈ മഴ നനയാൻ മാത്രം, മഴയത്ത് ചെന്നെത്താൻ മാത്രം എന്ത് സംഭവമാണ് ഉണ്ടായത്. And then they found a lantern still lighted and a ladder that had been dragged from its place and some scattered brushes and a palette with green and yellow colors mixed on it. And look out the window, dear, at the last ivy leaf on the wall. Didn't you wonder why it never fluttered or moved with when the wind blew? എന്താണ് ഡോക്ടർ എന്താ പറയുന്നത്? തലേ ദിവസം ഇയാള് രാവിലെ റൂമിൽ നോക്കുമ്പോ ബർമാൻ തീരെ സുഖമില്ലാതെ മേലും കൈയും വേദനയും പനിയും ഒക്കെ ആയി റൂമില് കിടക്കാണ്. അപ്പൊ നോക്കുമ്പോ അയാളുടെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്, ഷൂ ഒക്കെ ആകെ നനഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും പെരുമഴയത്ത് ഇയാൾ എവിടെ പോയിരുന്നു എന്നിവര് ചിന്തിച്ചു. അതിനുശേഷം ആ വാളിന്റെ അടുത്തായിട്ട് ഒരു ലാന്റേൺ എന്ന് പറഞ്ഞാൽ റാന്തൽ വിളക്ക്, ഒരു വിളക്ക് ഇരിക്കുന്നത് കണ്ടു. അതുപോലെ ഒരു ലാഡർ മാറ്റി ചാരി വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ചായ ബ്രഷ്, ചായത്തിന് നോക്കിയിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു പ്ലേറ്റ് പോലത്തെ ഒരു ഇതുണ്ടാവുമല്ലോ, ആ പ്ലേറ്റും അതിന് കുറെ ചായകളുമായിട്ട് അതൊക്കെ അവിടെ സ്കാറ്റേർഡ് ആയി കിടക്കുന്നുണ്ട്. പെല്ലറ്റ് എന്ന് അതിന് പറയാം കേട്ടോ. And a pellet with green and yellow colors mixed on it. പച്ചയും മഞ്ഞയും കൂടി മിക്സ് ചെയ്ത കളറ് ആക്കിയിട്ട് ഒരു പെല്ലറ്റും അവിടെ കിടക്കുന്നുണ്ട്. Look out of the window, dear, at least at the last ivy leaf on the wall. അതെ, അതിന്റെ ആ ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കി നോക്കി ആ ലാസ്റ്റ് ലീഫ് നിൽപ്പ് കണ്ടോ? Didn't you wonder why it never fluttered or moved when the wind blew? കാറ്റടിക്കുമ്പോ എന്തുകൊണ്ടാണ് അത് ഇളകാതിരുന്നത്, അതിനൊരു മാറ്റവും സംഭവിക്കാതിരുന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടില്ലേ? ആ ഡാർലിംഗ്, ഇറ്റ് ഈസ് ബർമാൻസ് മാസ്റ്റർപീസ്. അതൊരു ഇലയാണ്, ഒരു ഇലയുടെ ചിത്രമാണ് എന്നുള്ളത് മനസ്സിലാകാൻ പറ്റാത്ത വിധം അത്രയും ഒറിജിനാലിറ്റി ആ എന്തിനുണ്ടായിരുന്നു, ആ ചിത്രത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആ ഒറിജിനാലിറ്റി ഉള്ള ഒരു ചിത്രത്തിനാണ് നമ്മള് മാസ്റ്റർ പീസ് എന്ന് പറയാം. അപ്പൊ ബർമാന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു അത് എന്ന് പറയുന്നത്. ഇത്രകാലം അദ്ദേഹം കാത്തിരുന്ന ഒരു മാസ്റ്റർ പീസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ മാസ്റ്റർ പീസ് ആയത്? മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് വരച്ചത്. Look out the window, dear, at the last ivy leaf on the wall. Didn't you wonder why it never fluttered or moved when the wind blew? Ah, darling, it is Bowman's masterpiece. He painted it the night that the last leaf fell. Then അവസാനത്തെ ആ ലീഫ് കൊഴിഞ്ഞു പോയെന്ന് രാത്രി എന്ന് പറഞ്ഞാൽ അത്രയും മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ലാസ്റ്റ് ലീഫ് കൊഴിഞ്ഞു. ഇവര് കർട്ടനിട്ട് കിടന്നതുകൊണ്ട് അത് അറിഞ്ഞില്ല. ഇയാൾ എന്ത് ചെയ്തു? മഴ പെയ്യുന്നത് കണ്ടപ്പോ തന്നെ അദ്ദേഹം പോയി നോക്കിയപ്പോൾ ലാസ്റ്റ് ലീഫ് കൊഴിയുന്നതാ കണ്ടത്. അപ്പൊ അദ്ദേഹം വേഗം ലാഡറും കളറും ഒക്കെ ആയി വന്ന് ലാഡർ വെച്ച് അതിന്റെ മുകളിൽ കയറി ആ ലീഫിന്റെ ചിത്രം അവിടെ വരച്ചു വെച്ചു. അതുകൊണ്ട് എന്തിനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടത് അദ്ദേഹം? ജോൺസിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആ ഒരു നിമിഷം, ആ ലീഫ് ഇല്ല എന്നറിയുന്ന നിമിഷം ഒരുപക്ഷെ അവളുടെ ജീവൻ പോയേക്കാം. കാരണം അത്രയും അവൾ വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ലാസ്റ്റ് ലീഫ് കൊഴിയുന്നതോടുകൂടി തന്റെ ജീവനും പോവും എന്ന് വിശ്വസിച്ചിരിക്കുന്ന ജോൺസിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ലാസ്റ്റ് ലീഫിന്റെ സ്ഥാനത്ത് ഒരു ലീഫിന്റെ ചിത്രം വരച്ചു വെച്ചത്. അത് അത്രയും ഒറിജിനാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടായില്ല. ആ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവള് പറഞ്ഞത്, ഓ ഒരു ലീഫ് മാത്രം അവിടെ നിന്നു, അതിന് മാത്രം കൊഴിയാറായിട്ടില്ല, അതിന്റെ അർത്ഥം എന്റെ ജീവനും പോവാറായിട്ടില്ല എന്നാണെന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ കൊണ്ടുവരാൻ അതിന്
സാധിക്കും. Here we complete our lessons. ഇനി ബാക്കിയുള്ളത് ലാസ്റ്റ് എന്താണ് ലാസ്റ്റ് യൂണിറ്റില് ഒരു ലെസൺ നമ്മൾ എടുത്തു, 2 ലെസൺ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇത്രയും എന്താ പറയാ എക്സാം എടുത്തില്ലേ, ഇനി നിങ്ങൾക്ക് റിവിഷന് സമയം വേണ്ടേ, അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നല്ലപോലെ പഠിക്കുക. നോട്ട്സ് അയച്ചു തരുന്നത് എല്ലാവരും ഒന്നും തിരിച്ച് എനിക്ക് അയച്ചു തന്നിട്ടില്ല കേട്ടാ. Then നല്ലോണം പഠിച്ച് എക്സാം എഴുതാം. All the best. Thank you.